ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇല്യൂഷൻ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വാട്ടർ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന മെത്തേഡിൽ തന്നെ കളർ ചെയ്തെടുക്കണം എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കളർഫുള്ളായിട്ട് കിട്ടണം, അത്രേ വേണ്ടൂ. അപ്പോൾ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കളർ ചെയ്ത് കൊടുക്കാം. പിന്നെ കൂടുതലായിട്ടും ലൈറ്റായിട്ടുള്ള കളർ യൂസ് ചെയ്യാം. പെയിൻ്റൊക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പെറ്റൽസ് ഒരുമിച്ച് കണക്ട് ചെയ്ത് വരച്ച് കൊടുക്കുമ്പം നമുക്ക് സെൻറ്ററിൽ ഒരു ഫ്ലവർ കിട്ടും. ആ ഫ്ലവറിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ള പെറ്റൽസും കൂടി നമുക്ക് വരച്ചെടുക്കാം. അങ്ങനെ ഈ ബുക്ക് ഫുള്ളായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് പെറ്റൽസിൻ്റെ ഉള്ളിലും വരച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ബോർഡർ കൂടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കളറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡർ വരക്കാണ്ടാണോ വരച്ചിട്ടാണോ ഇഷ്ടമായതൊന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ക്രിയേറ്റീവായിട്ട് ഇരിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. ബൈ.